നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശരത്തിന്റെ വക മാസ്റ്റർ പ്ലാനോ? അതെന്താണാവോ? ശരത്തിന്റെ തലേന്ന് അത്ര വലിയ ബുദ്ധിയൊന്നും വരാത്തതാണല്ലോ. എന്റെ ചെറിയ ബുദ്ധി കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചിരിക്കുന്നില്ലേ? അത് ശരിയാ. ഈ തലക്കുള്ളിൽ നിന്നും വലിയ ബുദ്ധി വന്നിരുന്നെങ്കിൽ പലരും പെട്ടുപോയനെ. അക്ഷര ഹോസ്പിറ്റലിൽ നടന്ന സുധിയുടെ മരണം അവയവമാറ്റം. ഇതിനെ ഒരു ആയുധമാക്കി ശരത്തെടുക്കുന്നു. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. സുധിയുടെ മരണം ഒരു സ്വാഭാവിക മരണമല്ല, നമ്മൾ അത് സ്ഥാപിക്കുന്നു. ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് മർഡർ. ആയിരിക്കാം, ചിലപ്പോ അല്ലായിരിക്കാം. പക്ഷെ നമ്മൾ പറയുന്നു, അത് സ്ഥാപിച്ചെടുക്കുന്നു. അതിന് പരാതി കൊടുക്കാൻ ഒരാൾ മുന്നോട്ട് വരുന്നു. അതാണ് ശരത്ത് കളത്തിലിറക്കി കളിക്കുന്ന ട്രംപ് കാർഡ്. നിത്യ, ശരത്തിന്റെ വുഡ്ബി. സ്വന്തം സഹോദരന്റെ മരണത്തിന് പിന്നിലെ രഹസ്യം ആവശ്യപ്പെട്ട് നിത്യ പരാതി കൊടുക്കാൻ പോകുന്നു. പത്രസമ്മേളനം നടത്താൻ പോകുന്നു. അവിടെ അക്ഷര കളിക്കേണ്ട കളി പക്ഷം നിൽക്കണം. കൈപ്പിഴ പറ്റിയതോ, മരുന്ന് മാറിപ്പോയതോ, മരുന്നിന്റെ കണ്ടന്റ് മാറിപ്പോയതോ എന്റെ ഭർത്താവിനാണെന്നങ്ങ് സമ്മതിക്കണം. ഡോക്ടർ നിരഞ്ജൻ അറസ്റ്റിലാവുന്നു. ആശുപത്രി, ജയിൽ, ജയിൽ, ആശുപത്രി, അങ്ങനെ മാറ്റി മാറ്റിയിട്ട് കാണിക്കണം. ആഹാ, എത്ര മനോഹരം. ആലോചിച്ച് ചെയ്യേണ്ട കാര്യമല്ലേ? ഇതിൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു? എത്രയോ ഹോസ്പിറ്റലിൽ എത്രയോ മരണം നടക്കുന്നു. അത് ശരിയാ. എന്തായാലും ശരത്തിന്റെ ഐഡിയ കൊള്ളാം. നിത്യയോട് സംസാരിച്ചോ? ഇല്ല, സംസാരിക്കാം. സംസാരിച്ച് ശരിയാക്കി എടുക്കാം. അതെനിക്ക് വിട്ടേക്ക് മേഡം. വഴി പോലെ തരം പോലെ ഞാൻ അത് ഓപ്പറേറ്റ് ചെയ്തേക്കാം. മാഡത്തിന് അനുഗ്രഹാശംസകൾ എനിക്കുണ്ടായാൽ മതി ബാങ്ക് അക്കൗണ്ടിൽ. ഇത്ര കഴിച്ചാലും വിശപ്പ് മാറാത്തൊരു വയറ്, അതാണ് ശരത്തിന്റെ ബാങ്ക് അക്കൗണ്ട് അല്ലേ? ശരി, നോക്കാം. അവിടെ അച്ഛന്റെ ഭാവമാറ്റത്തില് വല്ലാത്ത ഭയം തോന്നുന്നുണ്ട് സർ. മകന്റെ ജീവൻ നഷ്ടപ്പെട്ടത് കാണേണ്ടി വന്ന ഒരച്ഛൻ, ഏക മകളുടെ ജീവിതം കൺമുന്നിൽ തകർന്നു പോകുന്നത് കണ്ടിട്ടും നിസ്സഹായനായി നിൽക്കേണ്ടി വരുന്ന ഒരച്ഛൻ. വല്ലാത്ത എരിച്ചിലുണ്ടാവും ആ ഹൃദയത്തിന്. അച്ഛൻ എന്തേലും അവിവേകം കാണിച്ചു പോകുന്നതിന്റെ പേടി. അങ്ങനൊന്നും ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിക്കില്ല. ദേവിക സുധിയുടെ അച്ഛന്റെ കൈ പിടിച്ചു നിൽക്കണം. അവിവേകങ്ങൾക്കൊന്നും പോകാതെ തടുത്തു നിർത്തണം. പക്ഷെ ഡോക്ടർ, എനിക്ക് പരിമിതികളില്ലേ? പറഞ്ഞു മനസ്സിലാക്കിയാൽ പറന്നു പോകുന്ന പരിമിതികളേ ഉള്ളൂ ഏതു മനുഷ്യന്റെയും ജീവിതത്തിൽ. സുധിയോ ഇല്ല, അതിന്റെ കൂടെ സുധിയുടെ അച്ഛൻ കൂടി കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുന്ന ഒരു പ്രതികാരത്തിലേക്ക് പോവരുത്. എന്നുവെച്ചാ ശരത്തിനെ വെറുതെ വിടാനോ? എന്നല്ല, പ്രതികാരം ദൈവത്തിനും നീതിപീഠത്തിനും ഉള്ളതല്ലേ. ഈ രണ്ടുപേരിലും ഡോക്ടർക്ക് വിശ്വാസമുണ്ട്. എടാ സബരെ, ഏത് സ്ക്രാപ്പ് യാർഡിന്റെ കാര്യവും? എടാ നീ ആ സ്ഥലം നോക്കി വെക്ക്. എടാ മണ്ട, ആക്രി ബിസിനസ്സാണ് ഇപ്പൊ ഏറ്റവും ലാഭമുള്ള ബിസിനസ്. എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ആക്രി വണ്ടികൾക്ക് മാത്രം ചെക്കിംഗ് ഇല്ല. എന്തും കടത്താം, എന്തും കടത്തും. പിന്നെ അച്ഛനോ ഇവിടെ? ചുമ്മാ. സമറെ, നിത്യയുടെ അച്ഛൻ. ഞാൻ കൊണ്ട് വിളിക്കാം. സമറായിരുന്നു അച്ഛൻ. ഓ, നമ്മുടെ വില്ലയുടെ മേൽനോട്ടക്കാരൻ അല്ലേ? നമുക്ക് മഞ്ഞളിട്ടു തന്നവൻ. അതെ അതെ. ശരത് മരുമോൻ തിരക്കിലാണോ എന്ന്? അല്ലച്ച, പറഞ്ഞു. ഇനിയിപ്പൊ എന്ത് തിരക്കുണ്ടായാലും അച്ഛൻ പറഞ്ഞ അതെല്ലാം മാറ്റിയത്. എന്നാ പിന്നെ ഞാൻ ശരത് മരുമോന്റെ ബൈക്കിലോട്ട് കയറാം.
എങ്ങോട്ടാ അച്ഛാ? വഴി ഞാൻ പറയാം. നമുക്ക് മാത്രമായ ഒരിടം. ആഹാ, അതെവിടെ? ഭൂമി ഇങ്ങനെ നീണ്ട് പരന്നു കിടക്കുമല്ലേ ശരത്ത് മരുമോനെ. വണ്ടിയെടുക്ക. അല്ലെ, ഈ ഏകാന്തമായ സ്ഥലത്ത് പോയിരുന്ന് കവിത വല്ല എഴുതാനാണോ അച്ഛാ? കവിത എഴുതാനാണോ കഥയുടെ ക്ലൈമാക്സ് എഴുതാനാണോ നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. വണ്ടിയെടുക്ക ശരത്ത് മോനെ. ഇനി ഒരുപാട് ദൂരം പോകാനുണ്ടോ അച്ഛാ? ഉല്ലാസയാത്ര ഏതാണ്ട് അവസാനിക്കാറായി. ആ, അവിടെ നിർത്തിക്കോ. എന്താ അച്ഛാ ഇവിടെ? വാ. എങ്ങോട്ടാ അച്ഛാ പോകുന്നേ? ആ, വാ ശരത്ത് മോനെ. നമ്മളെന്താ അച്ഛൻ ഇങ്ങോട്ട് വന്ന്? അല്ല, നമുക്കെന്തെങ്കിലും സംസാരിക്കണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് സംസാരിക്കായിരുന്നല്ലോ. അത് വേണ്ട ശരത്ത് മോനെ. രണ്ടു പേർക്കിടയിൽ സംസാരിക്കാനുള്ളതും സംസാരിച്ച് തീർക്കാനുള്ളതും തീരേണ്ടതും അവർ മാത്രം അറിയുന്നതല്ലേ നല്ലത്. അച്ഛനെന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ. ചില കാര്യങ്ങളുടെ യഥാർത്ഥ അർത്ഥം തേടിയുള്ള യാത്രയായിരുന്നു കഴിഞ്ഞ ദിവസം. പിന്നെ സാഹിത്യം. സാഹിത്യമല്ലാതെ പച്ച മലയാളത്തിൽ നിന്നോടൊരു ചോദ്യം ഞാൻ ചോദിക്കാം. നീ എന്തിനാടാ ഞങ്ങളെ ചതിച്ചത്? അയ്യോ അച്ഛ, എന്താ ഇത്? അച്ഛന്റെ ശരത്ത് പോലല്ലേ? നിത്യക്കുട്ടിയുടെ ശരത്തല്ലേ? നിർത്തടാ നായ നിന്റെ അഭിനയം.